0.828 ഹരിക്കണം 6.08. ഇവിടെ നമുക്ക് ഹരിക്കാനുള്ള സംഖ്യയും ദശാംശ സംഖ്യ ആയതുകൊണ്ട് അതിൽ ദശാംശം നമുക്ക് ഒഴിവാക്കണം. ദശാംശം ഒഴിവാക്കാൻ എന്താ ചെയ്യുക വെച്ചാൽ, എത്ര സ്ഥാനമുണ്ടോ ദശാംശം കഴിഞ്ഞിട്ട് അത്രയും സ്ഥാനം 0 വരുന്ന 10, 100, 1000, 10000 ഏതാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് അതിനെ ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 2 സ്ഥാനം 0 വരുന്ന സംഖ്യ 100 ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ 100 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ കിട്ടും? അത് 6.08 ഗുണിക്കണം 100 എന്നിട്ടാൽ ഇതെന്തായി? 608 എന്നായി. അപ്പോൾ അതൊരു ദശാംശ സംഖ്യ പോയിട്ട് അതൊരു എണ്ണൽ സംഖ്യയായി. ഇങ്ങനെ ഇതിനെ എണ്ണൽ സംഖ്യ വയ്ക്കാനാണ് ഇത് ഹരിക്കാൻ എളുപ്പം. അപ്പോൾ ഇതിനെ മാത്രം എണ്ണൽ സംഖ്യ വയ്ക്കാൻ പോരാ, അപ്പോൾ അതേ 100 കൊണ്ട് ഇതിനെയും ഗുണിക്കണം, അല്ലെങ്കിൽ വിലയിൽ വ്യത്യാസം വരും. അപ്പോൾ അതിനെ ഗുണിക്കുമ്പോൾ എത്ര വരും? 0.8298 ഗുണിക്കണം 100 എന്നാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് എത്ര കിട്ടും? 2 സ്ഥാനം എങ്ങോട്ട് നീങ്ങും? ഈ ദശാംശം ഇവിടുന്ന് ഇങ്ങോട്ട് നീങ്ങും, വലത്തോട്ട് നീങ്ങും. അപ്പോൾ ഇതിലും 2 സ്ഥാനം ഇവിടുന്ന് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ എത്രയാവും? ഇത് 82.98 എന്നായി അത്. അപ്പോൾ നമ്മളിവിടെ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? 82.98നെ ഏതുകൊണ്ട് ഹരിക്കണം? 608 കൊണ്ട് ഹരിക്കണം. 82.98നെ 608 കൊണ്ട് ഹരിക്കണം. അപ്പം ഇനി നമുക്ക് ഹരിച്ചു നോക്കാം. 82.98 ഹരിക്കണം 608 ഇങ്ങനെയാണ് വരിക. ഇനി നമുക്കറിയാം 8ൽ 608 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 0 ഇട്ടു. 82ൽ നോക്കി, 82ലും ഇല്ല. അപ്പോൾ വീണ്ടും 0 ഇട്ടു. ഇനി 829ൽ എത്ര 608 ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ 8ൽ 6 ഉണ്ടല്ലോ. അപ്പോൾ ഈ 82.9 എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഈ 9 പോയിൻറ്റിന് ശേഷം ആയതുകൊണ്ട് ആൻസറിൽ ഇവിടെ പോയിൻ്റ് ഇടണം. ഇനി 829ൽ എത്ര 608 ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഒരു തവണ ഇട്ട് നോക്കാം. 1 അത് ഈ 9ന് നേരെയാണ് എഴുതേണ്ടത്. 9 കൂടി ഉൾപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത്. 9 ദശാംശത്തിന് ശേഷം ആയതുകൊണ്ട് ഇവിടെ ആൻസറിലും ദശാംശം ഇടണം. ഇനി 1 8 8, 1 0 0, 1 6 6 ഇങ്ങനെ കിട്ടും. ഇനി ഇത് കുറയ്ക്കാം. 9ന്ന് 8 പോയാൽ 1, 2ന്ന് 0 പോയാൽ 2, 8ന്ന് 6 പോയാൽ 2. ഇനി അടുത്ത അക്ക ഇറക്കിയിടുക. അടുത്ത അക്ക ഏതാണ്? 8 ഇറക്കിയിട്ടു. ഇനി 2218ൽ എത്ര 608 ഉണ്ട് അതാണ് നോക്കേണ്ടത്. അതിന് 22ൽ എത്ര 6 ഉണ്ട് നോക്കാം നമുക്ക്. 3 6 18 അപ്പോൾ നമുക്ക് 3 ഇട്ട് വെക്കാം. 3 8 24ന് 4 ബാലൻസ് 2, 3 0 0 അപ്പോൾ ബാലൻസ് ഇവിടെ എഴുതി. 3 6 18. ഇനി ഇത് കുറച്ച് വെക്കാം. കുറയ്ക്കുമ്പോൾ എന്താവാൻ പാടില്ല? ഈ സംഖ്യയോ ഇതിലും വലിയ സംഖ്യയോ ഇവിടെ ബാലൻസ് വരാൻ പാടില്ല. വന്നാൽ ഈ ആൻസർ ശരിയല്ല എന്നർത്ഥം. കുറച്ച് വെക്കാം. 8ന്ന് 4 പോയാൽ 4, 1ന്ന് 2 പോവില്ല, കടെടുത്തു 11, 11ന്ന് 2 പോയാൽ 9, 11ന്ന് 2 പോയാൽ 9. ഇനി ഇവിടെ 1 ഉള്ളൂ. ഇവിടുന്ന് 1 ഇങ്ങോട്ട് കടെടുത്തു 11, 11ന്ന് 8 പോയാൽ 3. ഇനി ഇവിടെ 1 തന്നെ ഉള്ളൂ. 1ന്ന് 1 പോയാൽ 0. 394 കിട്ടിയത്. ഇതിലും ചെറിയ സംഖ്യ ആയതുകൊണ്ട് ശരിയായിരിക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 0 കൂടി ഇട്ടിട്ട് നോക്കി നോക്കാം. 3940ൽ എത്ര 608 ഉണ്ടെന്ന്. അപ്പോൾ 39ൽ എത്ര 6 ഉണ്ടെന്ന് നോക്കി നോക്കാം. 6 6 36. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 6 എഴുതി വെക്കാം. 6 6 8 48ന് 8 ബാലൻസ് 4, 6 0 0 അപ്പോൾ ആ ബാലൻസ് 4 ഇവിടെ എഴുതി. 6 6 36. ഇനി 10ന്ന് 8 പോയാൽ 2, ഇവിടെ 1 ഇങ്ങോട്ട് എടുത്തത് കൊണ്ട് 3 ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് 1 ഇങ്ങോട്ട് എടുത്താൽ അത് 13 ആവും. 13ന്ന് 4 പോയാൽ 9. ഇനി ഇവിടെ 8 ഉള്ളൂ. 8ന്ന് 6 പോയാൽ 2.
ഇപ്പോഴും കൃത്യമായിട്ട് പോയിട്ടില്ല. അപ്പം ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു 0 കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നോക്കി നോക്കാം. ഇനി 29 എത്ര ആറുണ്ടെന്ന് നോക്കാം. 4 6 24, 4 ഇട്ട് നോക്കാം. 4 4 8 32, 2 ബാലൻസ് 3, 4 0 0. അപ്പോൾ ആ ബാലൻസ് 3 ഇവിടെ എഴുതി. 4 6 24 ഇങ്ങനെ കിട്ടി. 10ന്ന് 2 പോയാൽ 8, ഇവിടെ 1 ഉള്ളൂ. 11ന്ന് 3 പോയാൽ 8, ഇവിടെ 8 ഉള്ളൂ. 8ന്ന് 4 പോയാൽ 4. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് എന്നുള്ളതുകൊണ്ട് നമുക്കവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ ആൻസർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ കുറേ കുത്തുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 82.98 ഹരിക്കണം 608 ആണ് നമ്മൾ ചെയ്തത്. ശരിക്കും ഏതായിരുന്നു ക്വസ്റ്റ്യൻ? 0.8298 ഹരിക്കണം 6.08 ആണ്. അപ്പോൾ നമുക്കതിന് ആൻസർ എത്ര കിട്ടി? 0.1364. 2 സ്ഥാനത്തിന് ശരിയാക്കിയിട്ട് എഴുതുമ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 0.13 എന്നുള്ളത് 14 എന്നാക്കാം. 0.14 എന്ന് ആക്കാം. ഇതാണ് ആൻസർ വരിക. സമം 0.14.